അജ്മീറും നാഗൂറും കഴിഞ്ഞാൽ പിന്നെ ഞാനാടാ എന്ന് പറഞ്ഞ വിലായത്തിന്റെ ഉടമയാണ് നമ്മുടെ വാപ്പുചിത്രങ്ങൾ മഹാനായ കണിയാപുരം അബ്ദുൽ റസാഖ് റളിയല്ലാഹു അൻഹു. അജ്മീറും നാഗൂറും കഴിഞ്ഞാൽ പിന്നെ ഞാനാടാ എന്ന് പറയണമെങ്കിൽ വെറുതെ പറ്റില്ല. മഹാനായ മടവൂർ സിയപുരിയല്ല പറഞ്ഞ കറാമത്തിന്റെ ഹോൾസെയിൽ ഡീലറാണ് കണിയാപുരം. പ്രശസ്ത സൂഫി വര്യനും ഒട്ടനവധി കറാമത്തുകൾ കൊണ്ട് അനുഗ്രഹീതനുമായ കുത്തുബ് സമാൻ ഷെയ്ഖ് കണിയാപുരം അബ്ദുൽ റസാഖ് വലിയുല്ലാഹിയെ അറിയാത്തവർ വളരെ വിരളമാണ്. കണിയാപുരം വാപ്പിച്ചി എന്ന പേരിലാണ് മഹാനെ ഇന്നും അവിടുത്തെ മുഹിബുകൾ അഭിസംബോധന ചെയ്യുന്നതും. ജന്മദേശമായ തിരുവനന്തപുരം ജില്ലയിൽ കണിയാപുരം മസ്താൻമുക്ക് ജംഗ്ഷനിൽ മഹാന്റെ മഖാം ഷെരീഫ് നിലകൊള്ളുന്നുണ്ട്. കണിയാപുരം വാപ്പിച്ചി തങ്ങളുടെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള 90 വർഷക്കാലത്തെ സമസ്ത ചലനങ്ങൾക്കും സാക്ഷ്യം വഹിക്കുകയും മഹാന്റെ തൃക്കരങ്ങളാൽ സ്ഥാപിതമായതുമായ ആസ്ഥാന കേന്ദ്രം കൂടിയാണ് കണിയാപുരത്തെ അബ്ദുൾ റസാഖ് വലിയുല്ലാഹിയുടെ ഈ മസ്ജിദ് ഷരീഫ്. മസ്ജിദിന് സമീപമുള്ള തറവാട് വീടും പ്രസ്തുത മഖാമും മഹാന്റെ ഗതകാല സ്മരണകൾക്ക് തേരോട്ടം വഹിച്ച പുണ്യഭൂമികയാണ്. ഇവിടെ കണിയാപുരം വാപ്പിച്ചി തങ്ങളുടെ മൂത്ത മകളായ ഭീമാ ബീവി റളിയല്ലാഹു അൻഹയുടെ മഖാമും കണിയാപുരം വാപ്പിച്ചി തങ്ങളുടെ കൊച്ചുമകൻ മാഹീൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മഖാമും നിലകൊള്ളുന്നുണ്ട്. കറാമത്തുകളുടെ കേദാരമായി ഒരു കാലഘട്ടത്തെ കിടിലം കൊള്ളിച്ച മഹാനുഭാവന്റെ ഈ മസ്ജിദ് ഷരീഫിൽ ദൈനംദിനം ഒട്ടനവധി പേരാണ് ഇവിടം സന്ദർശിച്ച് സായുജ്യമടങ്ങി പോകുന്നതും. വലിയും മതപണ്ഡിതനും സൂഫി കർമ്മയോഗിയുമായ മുഹമ്മദ് കുഞ്ഞ് ലബ്ബ റളിയല്ലാഹു അൻഹുവിന്റെയും മഹദി സാറ ഉമ്മയുടെയും മകനായാണ് കണിയാപുരത്ത് ഈ മഹാഗുരുവിന്റെ ജനനം. തിരുവനന്തപുരം കഠിനംകുളത്ത് മുണ്ടൻചിറ മസ്ജിദിലാണ് കണിയാപുരം വാപ്പിച്ചിയുടെ പിതാവിന്റെ മക്ബറ നിലകൊള്ളുന്നത്. ഇസ്ലാമിന്റെ ആത്മീയ നഫസിലെ ജ്യോതിർഗോളവും എണ്ണമറ്റ അനേകം കറാമത്തുകളാൽ ധന്യവുമായി ജ്വലിച്ചു നിന്ന കണിയാപുരം വാപ്പിച്ചി തങ്ങളുടെ സാന്നിധ്യം ഒരു കാലത്ത് കണിയാപുരത്തെ തെക്കൻ കേരളത്തിലെ കൊച്ചുപൊന്നാനി എന്ന വിളിപ്പേരിനും കാരണമാക്കി. വിജ്ഞാനം മഹാനവറുകൾക്ക് ഒരു ലഹരിയായിരുന്നു. കിതാബ് നോക്കാതെ തന്നെ ഏത് വിഷയത്തെക്കുറിച്ചും ഷെയ്ഖുന സംസാരിക്കുമായിരുന്നു. നീണ്ട 30 വർഷക്കാലം കുളച്ചൽ, തിരുനെൽവേലി, ഇടവ, ഓച്ചിറ, വാടാനപ്പള്ളി, എടവനക്കാട്, വമ്പേനാട് തുടങ്ങി ഒട്ടനവധി സ്ഥലങ്ങളിൽ മഹാനവറുകൾ ദർസ് നടത്തിയിരുന്നു. കൂടാതെ ദീനീ പ്രചരണത്തിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മഹാനവറുകൾ സഞ്ചരിച്ചിട്ടുമുണ്ട്. ദക്ഷിണ കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമല്ല, ദക്ഷിണേന്ത്യയിലെ തന്നെ ആത്മജ്ഞാനികളുടെ ഉള്ളിൽ മുടിചൂടാമനായി ഇന്നും വിരാജിക്കുന്ന ആത്മീയ മണിമുത്ത് രത്നമാണ് കുത്തുബുസ്സമാൻ ആഷിഖെ റസൂൽ കറാമത്തെ സുൽത്താൻ കണിയാപുരം വാപ്പിച്ചി ഷെയ്ഖ് അബ്ദുൾ റസാഖ് വലിയുല്ലാഹിയുടെ ഈ നാമധേയം. സമകാലിക പണ്ഡിത ലോകവും മുൻഗാമികളായ പണ്ഡിത കേസരികളും ഇന്നും വാനോളം പുകഴ്ത്തുന്ന കണിയാപുരം വാപ്പിച്ചിയുടെ ഇക്കഴിഞ്ഞ 54ാമത് ഉറൂസ് ആണ്ട് നേർച്ച ജന്മദേശമായ കണിയാപുരത്തെ മസ്ജിദ് ഷരീഫിൽ ഇക്കുറി സർവാദരണീയവും പ്രൗഢഗംഭീരവുമായാണ് അരങ്ങേറിയതും. പ്രശസ്ത സൂഫി വര്യൻ അനവധി കറാമത്തുകൾ കൊണ്ട് അനുഗ്രഹീതനായ കുത്തുബ് സമാൻ ഷെയ്ഖ് കണിയാപുരം അബ്ദുൾ റസാഖ് വലിയുല്ലാഹിയുടെ ജനനം മുതൽ മരണം വരെ 90 വർഷക്കാലത്തെ ജീവിതം സമസ്ത ധർമ്മങ്ങൾക്കും സാന്നിധ്യം വഹിച്ച ഈ കണിയാപുരത്തിന്റെ മണ്ണിൽ അദ്ദേഹത്തിന്റെ തൃക്കരങ്ങളാൽ സ്ഥാപിതമായ ആസ്ഥാന കേന്ദ്രത്തിൽ 54ാം ഉറൂസ് വാർഷികം നടക്കുകയാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي ينقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഈ ശബ്ദം ശ്രമിക്കുന്ന ഇതര മനസ്ഥിരപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇസ്ലാമിന്റെ അഭിവാദനം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മനുഷ്യനായി സൃഷ്ടിച്ചു. അൽഹംദുലില്ലാഹ്. സർവ്വോപരി പ്രവാചക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലെ പെടുത്തി
അതിനു പുറമെ കാമിലും മുറബിയുമായ ഒരു ശേഷന്റെ നിസ്ബത്ത് തന്നുകൊണ്ടവൻ നമ്മെ അനുഗ്രഹിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അനുഗ്രഹീതവും ധന്യവുമായ ഈ വിജ്ഞാനത്തിന്റെ മനസ്സിൽ നാം ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹീതമായ സ്വർഗ്ഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി മൂസാ കലീമുല്ലാഹ് അബുൽ അബ്ബാസ് ഖിദറുല്ലാഹ് നബി ഈസാ റൂഹുല്ലാഹ് അലിഫായ ശൈഖിന്റെ മാനത്ത് തേടി അലിഫിലമിന്റെ കമിയം പാടി അലിഫായ ശൈഖിന്റെ മാനത്ത് തേടി അലിഫിലമിന്റെ കമിയം പാടി അലിഫെന്നെടുത്ത മാനാവിൽ കൂടി അഷ്റഫ് അബ്ദുർ റസാഖ് വലിയുല്ലാഹ് വലിയവൻ കടലിൽ കുളിച്ചു ബൈഅത്ത് ബദറിൽ ഹുദാബിൽ മികച്ചു പതിശയെന്നുള്ള സ്ഥാനം മികച്ചു ബഹുമാനപ്പെട്ട റസാഖ് വലിയുല്ലാഹ്. നമ്മളെല്ലാം കൂടിയിരിക്കുന്നത് കുത്തുബുസ്സമാൻ കുത്തുബുല്ലാലും ആശിഖ് റസൂൽ കണിയാപുരത്തിന്റെ ഈ മണ്ണിലാണ്. മാനവൻ ജനിച്ച് വളർന്ന് നടന്ന ഈ മണ്ണിലാണ്, ജനിച്ചു വളർന്ന ഈ മണ്ണിലാണ്. എനിക്ക് കേട്ടറിവുകൾ ഞാൻ ആലപ്പുഴയിൽ നിന്ന് വന്നതാണ്. പക്ഷേ എവിടെ ചെന്ന് ചോദിച്ചാലും ഒറ്റ വാക്ക് ഉത്തരം കണിയാപുരം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടുക, ചായക്ക് പേര് പാലയിൽ കൊടുക്കാൻ കൊണ്ടുപോയിരിക്കുക. ഭയങ്കര ഒരു സ്ഥലത്ത് ഇടക്കോട്ടേക്ക് ചെന്ന് നോക്കണം, ഭയങ്കര ഇതാണ്. തങ്ങളിപ്പോടെ പേര് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ തങ്ങളിപ്പോന്നാണ് വിളിക്കുന്നത്, നിങ്ങളെങ്ങനെ വിളിക്കുന്നത് എനിക്കറിയില്ല. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് മുസ്ലിം സമൂഹത്തിനെ ഉത്ബുദ്ധരാക്കിക്കൊണ്ട് പറഞ്ഞതാണ്, 2 സ്വർഗീയമായ ഉദ്യാനങ്ങളെയാണ് നിങ്ങൾക്ക് ഞാൻ നൽകിക്കൊണ്ട് പിരിഞ്ഞു പോകുന്നത്. അതിൽ ഒന്നാമത്തെ ഉദ്യാനം എന്ന് പറയുന്ന റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന എന്ന് പറയുന്നത് മഹാനാകുന്ന അഷ്റഫുൽ ഹഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ ആ പരിശുദ്ധമായ മിമ്പറിന്റെയും പരിശുദ്ധമായ പ്രവാചകന്റെ ഭവനത്തിന്റെയും ഇടയിലുള്ള ഇൽമിന്റെ ചർവിത ചർവണങ്ങളും പരിശുദ്ധമായ ദീനിന്റെ അധ്യാപനങ്ങളും കൂടുതൽ നടന്ന ആ പരിശുദ്ധമായ ആ സ്ഥലം മാ ബൈന ബൈതി വ മിമ്പരി എന്ന് പരിശുദ്ധമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു നൽകിയ ആ സ്വർഗ്ഗത്തിന്റെ ഉദ്യാനമാണ് മുഅ്മിനീങ്ങൾക്ക് നൽകിയ സ്വർഗ്ഗത്തിന്റെ അനുസ്യൂതമാകുന്ന ആ പരിശുദ്ധമായ സ്വർഗ്ഗത്തിന്റെ ആസ്വദിക്കുവാൻ ലഭിക്കുന്ന ദുനിയാവിലെ ഒന്നാമത്തെ സ്വർഗ്ഗം. രണ്ടാമത് പരിശുദ്ധമായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകുന്ന സ്വർഗം എന്ന് പറയുന്നത് ഇൽമിന്റെ മജ്ലിസ് ആകുന്നു. സൂഫിസത്തിന്റെ ചക്രവാള സീമയിൽ പരിലസിച്ചുകൊണ്ട് മാനവർക്ക് ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം നൽകിയ മഹാൻ ഖുത്ബുസ്സമാൻ അസയ്യിദ് വലിയുല്ലാഹി അബ്ദുർ റസാഖ് മസ്താൻ തങ്ങൾ. ഈ പേര് കേൾക്കാത്ത മനുഷ്യർ കുറവാണ്. കണിയാപുരം എന്ന് പറയുന്ന കൊച്ചു പ്രദേശം പട്ടിണി പാവങ്ങളും കയർ തൊഴിലാളികളും പാനത്തൊഴിലാളികളെയൊക്കെ കൊണ്ട് അന്നത്തെ ഉപജീവനം കഴിച്ചു കൂടിയിരുന്ന ഒരു കൊച്ചു പ്രദേശം. ആ കൊച്ചു പ്രദേശത്തെ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം വിശിഷ്യ ഇന്ത്യ മഹാരാജ്യത്തെ കണിയാപുരത്തിന്റെ പേരും പ്രശസ്തിയും ഉയർത്തിയ മഹാൻ അത് വേറെ ആരുമല്ല,
ഈ നമ്മുടെ ഈ മണ്ണിൽ ജനിച്ച് വളർന്ന് ഈ മണ്ണിനെ കർമ്മപദമായി ജീവിച്ച് ഒരുപാട് മഹനീയമായ മാതൃകകൾ സമ്മാനിച്ച് അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് കടന്നുപോയ മഹാൻ വലിയുള്ളാഹ്. കാരണം ഈ മണ്ണ് അങ്ങനെ കൊണ്ട് പവിത്രമാണ്. ഒരു കാലത്ത് കണിയാപുരം എന്ന് പറയുന്ന പ്രദേശം എൽമിന്റെ ഒരു പുതുപന്നാനിയായിരുന്നു. ജുറൈദ് ഫൈസി, അദ്ദേഹത്തിന്റെ പിതാവ് നസീർ ഖാൻ ഫൈസിക്കൊക്കെ അറിയാം, ഹാഷിം സാഹിബിനൊക്കെ അറിയാം. വടക്കോട്ട് ചെന്നാൽ ഈ കണിയാപുരം എന്ന പ്രദേശത്തെ അറിയപ്പെടുന്നത് മഹാരഥന്മാരുടെ പേരിൽ അതിൽ പ്രശസ്തൻ വലിയുള്ളാഹി അബ്ദുൽ റസാഖ് മസ്താൻ തങ്ങളുടെ മഹിമ കണിയാപുരത്തുകാർ ഒരുപാട് കണ്ടതാണ്. എല്ലാ ദേശക്കാരും കണ്ടതാ, മനസ്സിലാക്കിയതാണ്. കണ്ടും കേട്ടും അറിഞ്ഞും പ്രവർത്തിച്ചും കൂടെ സഞ്ചരിച്ചും മനസ്സിലാക്കിയ കുറെ ആ അറിവുകൾ അത് സൂഫിസത്തിന്റെ സരണിയിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും. നമ്മളൊന്നൊക്കെ മനസ്സിലാക്കണം, ഇന്ത്യയിൽ അങ്ങോളം നാം സഞ്ചരിക്കുമ്പോ ഒരുപാട് മതപരങ്ങളും സൂഫി കേന്ദ്രങ്ങളുമുണ്ട്. ആ സൂഫി കേന്ദ്രങ്ങൾ ഇപ്പോഴും ഇന്ത്യയുടെ മതേതര സംസ്കാരത്തിന് മഹിതമായ സന്ദേശങ്ങൾ നൽകുന്ന സ്ഥലങ്ങളാണ്. അജ്മീറായിരുന്നാലും മുടിക്കലായിരുന്നാലും ജന്മപ്രദേശമായ കണിയാപുരമായിരുന്നാലും മമ്പുറം നഗറിന്റെ പ്രദേശമായിരുന്നാലും ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നാനാജാതി മതസ്ഥരുടെ ഒരു അഭയ കേന്ദ്രമാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ മഹ്മറകളും മഖ്ബറകളും. കെട്ടിപ്പടുത്തുയർത്തുകയും ഇതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്ത ഇതിന്റെ സാരഥിയായി നമ്മളിൽ നിന്ന് 2-3 വർഷം മുമ്പ് വിട്ടുപോയ പ്രിയപ്പെട്ട സഹോദരൻ ഇന്ന് പറമ്പിപ്പാലത്ത മണ്ഡല അധ്യക്ഷണം കൊള്ളുന്നതാണ്. ഇതിന്റെ പ്രതിഫലം ആ പാവപ്പെട്ട സഹോദരന്റെ കബറിടത്തിൽ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അതുപോലെ ഈ കുടുംബത്തിൽ നിന്നും മൺമറഞ്ഞു പോയ ഇവരുടെ മാതാവ് മറ്റു മക്കളായ ഹംസക്കോയ അവരുടെയും കബറിടത്തിൽ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. എവിടെന്ന് പറയണമെന്ന് പോലും എനിക്കറിയില്ല. അനവധി നിരവധി കലാമത്തുകൾ ലോകത്തിന്റെ നാനാഭാഗത്തും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള മഹാനായ കണിയാപുരം അബ്ദുൽ റസാഖ് തങ്ങൾ. മഹാനായ അബ്ദുൽ റസാഖ് തങ്ങളെ പറ്റി എനിക്ക് പണ്ടേ ഞാൻ കേട്ടിട്ടുണ്ട്. വാദ പറയുന്ന സദസ് ഒരുപാട് വാദ പറഞ്ഞിട്ടുള്ള ആളാണ്. വാദ പറയുന്ന സദസ് ആളില്ലാതെ വരുമ്പോൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ആ പാതിരാ സമയത്ത് ഒരുപാട് മൃഗങ്ങളെ അല്ലാഹു തആല അവിടെ എത്തിച്ചു കൊടുത്തു. അപ്പൊ പരിസരത്ത് താമസിക്കുന്ന വീട്ടുകാരുടെ മൃഗങ്ങളെ കാണാൻ പലക്കപ്പാൻ കാണുമ്പോൾ ഇന്നടത്തെ കന്യാകുമാരി മതപ്രസംഗം പറയുന്നു. അവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മതപ്രഭാഷണം ആള് മുന്നിച്ച മഹാനാണ് കന്യാകുമാരി. അതുപോലെ തന്നെ ബിരിയാണി വെച്ച് ഒരു ചെമ്പ് ബിരിയാണി വെച്ച് 10,000-കണക്കിന് ആൾക്കാർക്ക് വിതരണം ചെയ്യാൻ കഴിവുള്ള ആളാണ് മഹാനായ കന്യാകുമാരി. അങ്ങനെ പല കലാമങ്ങൾക്കും ഉടമയാണ് മഹാനായ കണിയാപുരം അബ്ദുൽ റസാഖ് തങ്ങൾ. ആ മഹാനുഭാവന്റെ 54-ാമത് ഉറൂസ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. سبيلا سار به سيدنا سعد بسير سلسبيلا تصفى في الحالات كسلسالسا. ഏതായിരുന്നാലും അജ്മീറും നാഗൂറും കഴിഞ്ഞാൽ പിന്നെ ഞാനാടാ എന്ന് പറഞ്ഞ വിലായത്തിന്റെ ഉടമയാണ് നമ്മുടെ വാപ്പുചിത്തങ്ങൾ മഹാനായ കണിയാപുരം അബ്ദുൽ റസാഖ് റളിയല്ലാഹു അൻഹു. അജ്മീറും നാഗൂറും കഴിഞ്ഞാൽ പിന്നെ ഞാനാടാ എന്ന് പറയണമെങ്കിൽ വെറുതെ പറ്റില്ല. മഹാനായ മണവൂർ സീയപുരിയല്ല പറഞ്ഞ കറാമത്തിന്റെ ഹോൾസെയിൽ ഡീലറാണ് കണിയാപുരം എന്ന് സീയപുരിയുള്ളാഹി പറയണമെങ്കിൽ ആരാണ് കണിയാപുരം വാപ്പുചിത്തങ്ങളോ? സുബ്ഹാനല്ലാഹ്.
കണിയാപുരം വാപ്പിച്ച് തങ്ങളുടെ അത്ഭുത ചരിത്രങ്ങൾ നിങ്ങൾക്കറിയും. എത്ര സദസ്സുകളിൽ മഹാനായ കണിയാപുരം വാപ്പിച്ച് തങ്ങള് വഴക്ക് പറയുന്ന 41 ദിവസവും 21 ദിവസവും നീണ്ട ദിവസങ്ങൾ ഒഴിവില്ലാതെ വഴക്ക് പറഞ്ഞ വലിയ ദേവത്തിന്റെ ഉടമയാണ് കണിയാപുരം വാപ്പിച്ചിത്തങ്ങള്. വെമ്പേനാട് മോച്ചറ പോലെയുള്ള പല പള്ളികളിലും മുദരിസായി ഖതീബായി സേവനമനുഷ്ഠിച്ച അല്ലാഹുവിന്റെ ഇഷ്ടദാസനായ കണിയാപുരം വാപ്പിച്ചിത്തങ്ങള്. ആ കണിയാപുരം വാപ്പിച്ചിത്തങ്ങള് വഴക്ക് പറഞ്ഞ് എറണാകുളത്തിന്റെ തിരുഹൃദയത്തിൽ വഴക്ക് സദസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജനഹൃദയങ്ങൾ ഇങ്ങനെ വന്ന് ആകാംക്ഷയോടെ അവിടുത്തെ വിജ്ഞാനമുത്ത് പണികൾ വെട്ടിയെടുക്കുമ്പോൾ മഹാനായ കണിയാപുരം വാപ്പിച്ചിത്തങ്ങൾ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സദസ്സിനെയെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സദസ്സിൽ നിന്ന് ഇറങ്ങി ഉറച്ച ഓട്ടമാ. ആളുകളെല്ലാം പരിഭ്രാന്തിയിലൂടെ അത്ഭുതത്തോടുകൂടി നോക്കി നിൽക്കുമ്പോൾ കണിയാപുരം തങ്ങൾ വിളിച്ചു പറയുന്നു, അതാ പോന്നടാ, അതാ പോന്നടാ, അതാ പോന്നടാ, മുഹ്യിദ്ദീൻ ശൈഖ് പോന്നടാ എന്ന് വഅദിന്റെ സദസ്സിൽ നിന്ന് ആ ശ്രോതാക്കളോട് പറയാൻ അല്ലാഹു തആല തന്റെ ഇടം കൊടുത്ത കണിയാപുരം വാപ്പിച്ചിത്തങ്ങളുടെ പാവപ്പെട്ട ഫഖീർമാരല്ലേ. നമ്മുടെ സദസ്സിനെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. യാ റസൂൽ സലാം അലൈക്കും യാ വലി സലാം അലൈക്കും അബ്ദുർ റസാഖ് വലിയുല്ലാഹ് യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ വലി സലാം അലൈക്കും അബ്ദുർ റസാഖ് വലിയുല്ലാഹ് അസ്റഫുൽ ഖൽഖായ നൂറിൻ നബിയും നല്ല തോഹൂറിൽ നഈബായി വന്ന പൊൻശീല അബ്ദുർ റസാഖ് വലിയുല്ലാഹ് യാ വലി സലാം അലൈക്കും യാ ജലീ സലാം അലൈക്കും യാ വലി സലാം അലൈക്കും അബ്ദുർ റസാഖ് വലിയുല്ലാഹ് ശറബേറും മഅരിഫൻ കൂട്ടിൽ ഹദോനി അഴകുള്ള നാട്ടിൽ സഫറിലായി കൂടിയ രാജ അബ്ദുർ റസാഖ് ഖൗലിയത്തെ ജായ വലി സലാം അലൈക്കും യാ ജലീ സലാം അലൈക്കും യാ വലി സലാം അലൈക്കും അബ്ദുർ റസാഖ് വലിയുല്ലാഹ് നല്ല വിഖായത്ത് ചാരേ കുല്ലു മുശ്കിലാത്ത് തീരെ നല്ല വിഖായത്ത് ചാരേ കുല്ലു മുശ്കിലാത്ത് തീരെ ചൊല്ലുവാൻ ഇവിടാണ് തീരം അബ്ദുർ റസാഖ് ഖൗലിയത്താരം യാ വലി സലാം അലൈക്കും യാ ജലീ സലാം അലൈക്കും Say
അബ്ദുൽ റസാഖോലിയെ മഹിമത്തെ തിങ്കളെ നൂറുൽ അൻവാർ റഹ്മത്തിൻ റൂഹായ സുൽത്താൻ റഹ്മത്തിൻ റൂഹായ സുൽത്താൻ അബ്ദുൽ റസാഖോലിയെ മഹിമത്തെ തിങ്കളെ നൂറുൽ അൻവാർ റഹ്മത്തിൻ റൂഹായ സുൽത്താൻ റഹ്മത്തിൻ റൂഹായ സുൽത്താൻ അബ്ദുൽ റസാഖോലിയെ മഹിമത്തെ തിങ്കളെ നൂറുൽ അൻവാർ റഹ്മത്തിൻ റൂഹായ സുൽത്താൻ റഹ്മത്തിൻ റൂഹായ സുൽത്താൻ ഹബീബിന്റെ യൊളിലെങ്കും തിരുനാമം പൂകൾ പൊങ്കും മധുരത്തങ്കം മൗല കുത്തുബുർ റസാഖുലിയോരെ മഹിമ പൊങ്കും ഹപ്പൂരത്തവരെങ്കും ഹബീബിന്റെ യൊളിലെങ്കും തിരുനാമം പൂകൾ പൊങ്കും മധുരത്തങ്കം മൗല കുത്തുബുർ റസാഖുലിയോരെ മഹിമ പൊങ്കും റഹ്മത്ത് നിറഞ്ഞൊരു മണ്ണ് റഹ്മാതലിവേറിയ മണ്ണ് റഹീമിൻ റൂഹ് റസൂൽ റഹ്മത്ത് നിറച്ചോരെ റഹ്മാനെ റസാഖോരെ വാഴും സുന്ദരമീ മണ്ണ് വാഴും സുന്ദരമീ മണ്ണ് റഹ്മത്ത് നിറഞ്ഞൊരു മണ്ണ് റഹ്മാതലിവേറിയ മണ്ണ് റഹ്മത്ത് നിറഞ്ഞൊരു മണ്ണ് റഹ്മാതലിവേറിയ മണ്ണ് സുന്ദരമീ
തങ്ങളുടെ ആടുകളെ സംഭാവന ചെയ്തവരുണ്ടല്ലോ, അരികൾ തന്നവരുണ്ടല്ലോ, സമ്പത്ത് തന്നവരുണ്ടല്ലോ, സഹായിച്ചവരുണ്ടല്ലോ, സഹകരിച്ചവരുണ്ടല്ലോ, സമയം ചിലവാക്കിയവരുണ്ടല്ലോ, യാത്ര ചെയ്തു വന്നവരുണ്ടല്ലോ, ക്ഷണം സ്വീകരിച്ചവരുണ്ടല്ലോ, ഇതിനെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ, ചേർത്ത് നിൽക്കുന്നവരുണ്ടല്ലോ. ആരൊക്കെയാണോ മുറാദുകൾ ഹാസിലാക്കുവാൻ വേണ്ടി ദുആയുടെ സംഭാവനയോടൊപ്പം ദുആ വസിയത്ത് ചെയ്തതും അല്ലാത്തവരും എല്ലാവരുടെയും ഹാജത്തിന് നീ വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആജീവനകാല പ്രസിഡന്റ്, ആജീവനാന്തകാല പ്രസിഡന്റ്, ഇന്ത്യയുടെ സുൽത്താൻ
സജ്ജറിൽ നിന്ന് മദീനയിൽ നിന്ന് ഒരൊറ്റ മെസ്സേജ് കൊണ്ട് പോണമോനെ ഹിന്ദുസ്ഥാനിലേക്ക് വയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് സജ്ജറിൽ നിന്ന് ഇന്ത്യയുടെ പെരുമാറിലേക്ക് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു വിട്ട ലോകത്തിന്റെ കാരുണ്യം പറഞ്ഞു വിട്ട നമ്മുടെ ഹൃദയസ്പർശിയായ നമ്മുടെ സമാധാനത്തിന്റെ നീരുറയായ തങ്ങളുടെ ആണ്ട് നേർച്ച കൊണ്ട് പറക്കത്താക്കപ്പെട്ട ഈ സമയത്ത് എന്നോട് ചോദിക്കുന്നു രോഗങ്ങൾ കൊണ്ട് വിമർശിക്കുന്നവരോ മക്കളില്ലാത്തവരോ വീടില്ലാത്തവരോ ശരിയാകാനുള്ളവരോ പ്രവാസികളോ പ്രയാസം അനുഭവിക്കുന്നവരോ ക്യാൻസർ ബാധിച്ചവരോ മുട്ടുവേദനയുള്ളവരോ വയറുവേദനയുള്ളവരോ തലവേദനയുള്ളവരോ അൾസർ ഉള്ളവരോ ഞരമ്പിന് വേദനയുള്ളവരോ വിഷമങ്ങളുള്ളവരോ കടം കൊണ്ട് ബുദ്ധിമുട്ടിയവരോ രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയവരോ കുടുംബ പ്രശ്നമുള്ളവരോ പ്രശ്നമുള്ളവരോ ഭാര്യഭർത്താക്കന്മാർ പ്രശ്നമുള്ളവരോ ഉസ്താദ് കുടുംബം ുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടുള്ളവരോ കഴിവ് പഠിച്ചിട്ട് തലയിൽ കയറാത്ത മക്കളും ഇതെല്ലാം വിഷയത്തിലാണല്ലോ ചെയ്തത് മഹാനായ ഈ സദസ്സിലേക്കുന്ന അല്ലാഹുവേ അവിടുത്തെ സദസ്സിൽ നിന്ന് സംസാരിക്കാൻ അല്പം കറുത്തുപോയ എനിക്കതിനുള്ള അവകാശമില്ല അവരുടെ വർക്കത്തുകൾക്ക് ഇജാബത്ത് തരണേ അല്ലാഹ്. കാരുണ്യവാനായ നമ്മുടെ ഈ മജീസിനെ കബൂൽ ചെയ്യുക. ഇതിന്റെ പരിണിത ഫലം അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അനുഗ്രഹിക്കുക. വിശാലമായ ഒരു സംസാരത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇവിടെ ദീനീ വിജ്ഞാന സദസ്സ് നടന്നു വരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ 12 മണി വരെയുള്ള സമയം നസീഹത്തും ദുആയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വൈകിയ സമയത്ത് 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ച് ചുരുങ്ങിയ വാചകങ്ങളിലൂടെ റബ്ബിലേക്ക് അപേക്ഷകൾ സമർപ്പിച്ച് മടങ്ങാൻ കാരുണ്യവാൻ അതിന് ദൗത്യത്തിന് നസീബാക്കുക. ബഹുമാനികളെ, നാം എന്തിനാണ് നേരത്തെ ഉസ്താദ് സംസാരിച്ചതുപോലെ ഒരു കാലുകൾക്ക് ഇമ്പമാറുന്ന ഒരു സ്വര മാധുര്യമൊന്നും ഉണ്ടാവില്ല. കുറച്ച് കാര്യങ്ങൾ പരസ്പരം സംസാരിച്ച് നമുക്ക് പിരിയാം. അല്ലാഹു തൗഫീഖ് നസീബ്. اللهم وبحقهم وبجاههم وبفضلهم وبمددهم وبقربهم وبكراماتهم لديك يسر لنا امورنا مع راحه قلوبنا وابداننا والسلامه والعافيه في ديننا ودنيانا وغفرانا يا ارحم الراحمين. اللهم اجعلنا من عبادك الصالحين واجعلنا من المتطهرين واجعلنا من التوابين. اللهم اجعلنا من الفائزين الآمنين. اللهم اجعلنا من الفائزين الآمنين. اللهم اجعلنا من الفائزين الآمنين. اللهم اجعلنا من عبادك الصالحين الذين هم على صلاتهم دائمون ولا تجعلنا من العاصين الخاسرين الذين هم عن صلاتهم ساهون. اللهم وإنا على من نويناهم خاصة. اللهم وبحقهم وبجاههم وبفضلهم وبمددهم يسر لنا أمورنا مع راحة قلوبنا وأبداننا والسلامة والعافية في ديننا ودنيانا وأخرانا يا أرحم الراحمين. اللهم بارك لنا في كل أمورنا. اللهم بارك لنا فيما أعطيتنا. اللهم بارك لنا فيما تريد أن تعطينا يا أرحم الراحمين. اللهم اشف أمراضنا وأمراض مرضانا يا شافي الأمراض. اللهم ارحم موتانا وموتى المسلمين. اللهم ربنا اغفر لنا وارحمنا بإخواننا الذين سبقونا بالإيمان. ിലേക്ക് മടങ്ങി വരാനുള്ള പടച്ചവനെ ഈ കുടുംബത്തിലെ ബഹുമാനത്താദരണീയരായ അതുപോലെ ഈ കുടുംബവുമായി തങ്ങൾ പുലർത്തിരുന്ന നമ്മുടെ സമീപവാസിയായി അതുപോലെ ഞങ്ങളുടെ ചാലത്തിൽ നിന്നൊക്കെ ഞങ്ങളുടെ ബന്ധങ്ങളിൽ നിന്ന് സ്വന്തങ്ങളിൽ നിന്ന് കുടുംബങ്ങളിൽ
എല്ലാവർക്കും നീ പവിത്രവും പറഹത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. പഠിച്ചവരെ ഞങ്ങൾ ഏത് വിഷയത്തിലാണോ ഒരുമിച്ച് കൂടിയത് നിന്റെ ഇഷ്ടദാസനായ ബഹുമാനാദരണീയരായ നമ്മുടെ എല്ലാ ആഖിറത്തിൽ വസീലയാകേണ്ട ആ ബഹുമാനപ്പെട്ട അബ്ദുൽ റസാഖ് ഉസ്താദ് തങ്ങളുടെ ആ പവിത്രമായ ബറക്കത്ത് ഞങ്ങൾക്കെല്ലാം തന്നു നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പഠിച്ചവരെ റഹ്മത്ത് തരണേ അല്ലാഹ്. സഹായിച്ചവർ സഹകരിച്ചവർ എല്ലാവർക്കും ബറക്കത്ത് നൽകണേ അല്ലാഹ്. പഠിച്ചവരെ ഞങ്ങൾ കൃത്യമായി ഇബാദത്ത് ചെയ്യുന്ന മനസ്സിലാവുക. പടച്ചവനെ മദ്യപാനമുള്ളവരുടെ അറിയിച്ചു ആ മദ്യപാനത്തിൽ നിന്നവർക്ക് മോചനം കൊടുക്കണേ അല്ലാഹ്. ലഹരി ഉപയോഗങ്ങളുണ്ടെന്ന് പറഞ്ഞു അവർക്ക് മോചനം നൽകണേ അല്ലാഹ്. ആത്മീയ ലോകത്തെ രാജാവും ഇവരാണ്. ആനന്ദമലതല്ലും സവിധവും ഇവിടാണ്. 8 മഖാമിൽ കടന്ന വലിയാണ്. ആത്മീയ ലോകത്തെ രാജാവും ഇവരാണ്. ആനന്ദമലതല്ലും സവിധവും ഇവിടാണ്. ആദിയോനായിട്ടന്ന് കുത്തുബേ സാഹബുദു റസാഖോരേ ഷാഹേ വിലായത്ത് പുത്തൂരു രാജ്യത്ത് പൂവിനെ തേടിയോരേ പൂവിനെ തൊട്ടിട്ട് പാറി പറന്നിട്ട് തോട്ടം തന്ന മഹാനരേ നൂറായ നൂറാണ് ശൈഖുൽ ഔലിയാ അബ്ദുർ റസാഖ് ശൈഖുനാ അബ്ദുർ റസാഖ് നൂറായ നൂറാണ് ശൈഖുൽ ഔലിയാ അബ്ദുർ റസാഖ് ശൈഖുനാ അബ്ദുർ റസാഖ് സർവ
أشرف الخلق نور عظمي مل طهور نائباي منشيلا عبد الرزاق كل يا نبي سلام عليكم يا رسول سلام عليكم يا ولي ആഗ്രഹ സഫലീകരണത്തിനും മഹാന്റെ പൊരുത്തത്തിനുമായി ഒട്ടനവധി വിശ്വാസികളും ആത്മീയദാഹികളും ഇന്നും ഇവിടെ നിലയ്ക്കാതെ വന്നു പോകുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക പൈതൃകത്തിന് ആത്മീയ നേതൃത്വം നൽകിയ മഹാനവർകൾ വൈജ്ഞാനിക സേവനത്തിലൂടെ ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുത്ത ഉസ്താദുൽ അസാത്തീദ് കൂടിയാണ്. മഹാനവർകൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനും അഖില ജനവിഭാഗങ്ങൾക്കും മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയായും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത പുണ്യാത്മാവ് കൂടിയാണ്. 40 വർഷത്തെ പഴക്കമുള്ള രോഗം ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊണ്ട് മഹാൻ സുഖപ്പെടുത്തിയതും പച്ചവെള്ളം കൊണ്ട് തന്നെ വിളക്ക് കത്തിച്ചതും ചിരട്ട കൂട്ടി തീ കൊളുത്തി മഹാൻ അതിൽ പൊള്ളലേൽക്കാതെ കിടന്നതുമുൾപ്പെടെ നിരവധി കറാമത്തുകളാണ് മഹാനിൽ നിന്ന് വെളിവായത്. ഇത്തരത്തിലുള്ള മഹാന്റെ കറാമത്തുകളും വിശ്വവിഖ്യാതമായ ചരിതങ്ങളും കേവലം ഈ ചെറുവിവരണ വീഡിയോയിൽ പറഞ്ഞു നിർത്താൻ സാധ്യമേ അല്ല. സുദീർഘവും സംഭവബഹുലവുമായ കറാമത്തുകൾ കൊണ്ട് നിറഞ്ഞ അവരുടെ ദർശനങ്ങൾക്ക് കാലഹരണമില്ല. ആ ചന്ദ്രതാരം എന്നും ലോകത്തിന് പ്രഭ ചൊരിഞ്ഞുകൊണ്ട് നിലനിൽക്കും. ആലിമും ആബിദും ദാക്കിറും ഷാക്കിറും സാഹിദും സൂഫി വര്യനുമായ ഷെയ്ഖുന ഖുതുബുസ്സമാൻ അബ്ദുർ റസാഖ് വലിയുല്ലാഹിയുടെ ആശീർവാദം ആസ്വദിക്കാനും
അവിടുത്തെ ബർക്കത്ത് കൊണ്ട് ഇഹപരക്ഷേമങ്ങൾ കൈവരിക്കാനും ശാരീരികവും മാനസികവുമായ നീറുന്ന വ്യതകൾക്ക് പരിഹാരം കാണുന്നതിനും അവിടുത്തെ ദുആ ബർക്കത്തുണ്ടാകുന്നതിനു വേണ്ടിയും മഹാനവറുകളെ നമുക്ക് മുറുകെ പിടിക്കാം. തൽക്ഷണം എത്തുന്നു നാൽക്കാ